നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ 6 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 6ാം റൗണ്ടിൽ ഡെംഗ്ലറിൻ വൈറ്റ് സൈഡും ഗുഗേഷ് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് D4 ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ലണ്ടൻ സിസ്റ്റമാണ്. വൈറ്റ് E3, ബ്ലാക്ക് E6, വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം അടുത്ത ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചിട്ടുന്നു. അടുത്തതായി ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചിട്ടുന്നു. വൈറ്റ് ക്വീനെ A4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ A3ലേക്ക് കൊണ്ടുവന്ന് C5ലെ പോണിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. നൈറ്റ് വെച്ച് നൈറ്റിനിട്ടുന്നു. ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ C5ലെ പോണിന്റെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. വൈറ്റ് ആ പോണിനെടുക്കുകയാണ്. ക്വീന് വെച്ച് C5ലെ പോണിനെടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ G6ലേക്ക് കൊണ്ടുവന്ന് G2ലെ പോണിനെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ G3ലെ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗുള്ള സൗകര്യവും ഉണ്ടാക്കുന്നു. ബ്ലാക്ക് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. ക്വീന് വെച്ച് G2ലെ പോണിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീൻ വെച്ച് F2ലെ പോണിനെ എടുത്തുകൊണ്ട് E3ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് പോണിനെ എടുത്തുകൊണ്ട് E3ലെ പോണിനെ ക്വീൻ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ E4ലെ പോൺ അറ്റാക്കിലാണ്. ഗുഗേഷ് ഇവിടെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. റൂക്കിനെ B8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിന് ഇപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് പോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നൈറ്റ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് B2ലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോണിട്ട് എടുക്കുന്നില്ല. പകരം നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B2ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ബ്ലാക്കിന് അടുത്ത മൂവിൽ തന്നെ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് വളരെ വേഗം തന്നെ ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് വേഗം റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ അടുത്ത റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ഗുഗേഷ് ആ നൈറ്റിനോട്ടൊന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ എപ്പോഴും ക്വീൻ വെച്ച് ഈ C6ലെ പോണിനെതിരെ അറ്റാക്ക് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് E5ലെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഇടയ്ക്കാണ്. വൈറ്റ് ക്വീൻ വെച്ച് C6ലെ പോണിനെ എടുക്കുന്നു. ബ്ലാക്ക് ക്വീൻ വെച്ച് E5ലെ പോണിനെ എടുക്കുന്നു. ഇവിടെ ഡെംഗ്ലറിന് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. എത്രയും വേഗം ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ E4ലെ പോണും അറ്റാക്കിലാണ്. ബ്ലാക്ക് ആ പോണെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ക്വീനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D6ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ആ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ G5ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് വീണ്ടും ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ പോണിനെ ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ മൂവുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് വീണ്ടും ക്വീനെ D6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഇനി ഒരിക്കൽ കൂടെ ബ്ലാക്കിന്റെ ക്വീൻ E7ലേക്ക് വന്നാൽ വൈറ്റിന് 3-ഫോൾഡ് റിപ്പീറ്റേഷൻ എന്ന നിയമപ്രകാരം സമനില അവകാശപ്പെടാം. ഇവിടെ എന്തായാലും ഡെംഗ്ലറിൻ അതിലേക്ക് തന്നെ പോകുന്ന അറിയാം. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ക്വീനെ E7ലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നില്ല. പകരം ക്വീനെ H4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E4ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ റൂക്കിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റ് റൂക്കിന്റെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് ക്വീനെ E5ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ G3ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തായി ബ്ലാക്ക് വൈറ്റിന്റെ ക്വീൻസിലേക്ക് ടാർഗറ്റ് ചെയ്യാണ്. ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് A2ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് A3 കൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കുന്നു. ബ്ലാക്ക് ക്വീനെ B5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ക്വീൻ B3ലേക്ക് വരാനോ അല്ലെങ്കിൽ റൂക്കിനെ കൂടെ B8ലേക്ക് കൊണ്ടുവന്ന ശേഷം ഇങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. വൈറ്റ് ആ അറ്റാക്ക് റൂക്ക് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റൂക്ക് B8ലേക്ക് ഒന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാലും
വൈറ്റിന് റൂക്ക് വെച്ച് തന്നെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ B8ലേക്ക് കൊണ്ടുവരുന്നില്ല. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ E4 പോണവരെ 2 വിസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് വൈറ്റിൻ്റെ അടുത്ത പോണവരെ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് H2 പോണവരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും വൈറ്റ് ഇപ്പോൾ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് തിരിച്ചോട്ടാം. അപ്പോൾ എന്തായാലും ക്വീനെ വെച്ച് തിരിച്ചോട്ടേണ്ടി വരും. അതോടെ ഈ പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. ആ സമയത്ത് ബ്ലാക്കിന് ക്വീനെ വെച്ച് ആ പോൺ ഇട്ടുക. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ വൈറ്റും ഇപ്പോൾ ഇങ്ങനത്തെ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ ക്വീനോട് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം H2 പോണിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്വീൻ വെച്ച് ചെക്ക് കൊടുത്താലും വൈറ്റിനെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം. അല്ലാതെ അറ്റാക്കിൽ നിന്നും ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ ഒരു പോൺ നഷ്ടപ്പെടും. അതുകൊണ്ട് ഗുഗേഷ് ആ പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ മാറ്റാണ്. ക്വീനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ പോണിന് സപ്പോർട്ടുമാണ്. ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറുമാണ്. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് ക്വീൻ ഇട്ടാണെങ്കിൽ ബ്ലാക്കിൻ്റെ പോൺ വെച്ച് തിരിച്ചോട്ടാം. അതോടെ ഇവിടെ ഒരു പാസ്ഡ് പോൺ കിട്ടുകയും വൈറ്റിൻ്റെ പോണിനെതിരെ ഡിസ്കൗണ്ട് അറ്റാക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. അഡ്വാൻസ്ഡ് കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ഗുഗേഷ് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ക്വീനെ വെച്ച് ക്വീനോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് E4 പോണിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ 2 റൂക്കുകളെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ D3ലേക്ക് കൊണ്ടുവന്ന് E3 പോണിനെതിരെ ഒരൊറ്റ കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ E8ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് H5 മൂവ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു പോൺ സാക്രിഫൈസ് അല്ല. ബ്ലാക്കിൻ്റെ ഈ പോൺ സ്ട്രക്ചർ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് റൂക്കിനെ D5ലേക്ക് കൊണ്ടുവന്ന് F5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ F7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ശ്രമിക്കുകയാണെങ്കിൽ E3 പോണിനുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ആ പാസ് പോണിനെ മുന്നോട്ടുകൊണ്ടുപോയാണ് H4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്ക് വെച്ച് F5 പോണിനെ എടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിൻ്റെ കിങ്ങിന് ഇപ്പോൾ ഈ D2 സ്കോറിലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കൊണ്ട് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ D2ലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ആ സ്കോറിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കിങ്ങിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്കിനെ H5ലേക്ക് കൊണ്ടുവന്ന് ഈ H4 പോണെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് കിങ്ങിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഇവിടെ ബ്ലാക്കിന് കിങ്ങിനെ ആക്റ്റീവ് ആക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ആദ്യം തന്നെ റൂക്കിനെ G2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ കിങ്ങിനെ G8ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ H6ലേക്ക് മൂവ് ചെയ്യണം. H6ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം റൂക്ക് F6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. H5ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് G5ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ തിരിച്ചുകൊണ്ടുപോവാണ്. കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ വീണ്ടും E2ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് വീണ്ടും റൂക്കിനെ G2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ സമനിലയാകുന്ന ഗെയിമുകൾ ചെയ്യേണ്ട എന്നും ചെയ്യണമെന്നും ഒരുപോലെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗെയിം പരമാവധി വേഗത്തിൽ പറഞ്ഞു തീർത്തത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.